ഐക്യമാണ് ഈ രാജ്യത്തൊടുനീളം പടരട്ടെ എന്ന് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഉറക്കെ വിളിച്ചു പറയുകയാണ്. കേരളത്തിലൊടുനീളം, കേരളത്തിന്റെ പുറത്ത്, രാജ്യത്തിന്റെ പുറത്ത് ജാലികയുടെ തീർക്കാൻ വേണ്ടി എല്ലായിടങ്ങളിലും ജാലികയുടെ സന്ദേശങ്ങൾ വിളിച്ചോതിക്കൊണ്ട് ജാലിക സന്ദേശയാത്ര നടക്കുമ്പോ ആളുകൾ വളരെ സ്നേഹത്തോടെ ചേർത്തു വിളിച്ചു SKSSF സിന്ദാബാദ് എന്ന് അഭിമാനത്തോടെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒട്ടുക്ക് വിളിച്ചു പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഈ രാജ്യത്ത് ഈ സമയത്ത് ഈ 2025 എല്ലാ ആളുകളും ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഈ ഭിന്നിപ്പിന്റെ വർത്തമാനങ്ങൾ പറയുന്ന, ഈ വിദ്വേഷത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്ന, ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളെ ഈ രാജ്യത്തുനിന്ന് തിരുത്തി ഓടിക്കണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ രാജ്യമൊട്ടുക്ക് നടന്നു. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കണേ. ഈ രാജ്യത്തൊട്ടുക്ക് ആ മനുഷ്യൻ നടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കണേ. അവിടെയാണ് സ്നേഹമുള്ളവരെ, ആ മനുഷ്യൻ എല്ലായിടത്തും നടന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ സ്നേഹത്തോടെ, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ പോവണേ, സൗഹാർദ്ദത്തോടെ നിങ്ങൾ പോവണേ, നിങ്ങൾ ഐക്യത്തോടെ പോവണേ. ഇന്ത്യ എന്ന് പറയുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ്. ഈ രാജ്യത്തുള്ള ഹൈന്ദവൻ പറയുകയാണ്, ഈ രാജ്യത്തുള്ള ക്രൈസ്തവൻ പറയുകയാണ്, ഈ രാജ്യത്തുള്ള മുസൽമാൻ പറയുകയാണ്, ഈ രാജ്യത്തുള്ള രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും, ജാതിയുള്ളവനും ജാതിയില്ലാത്തവനും ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഈ രാജ്യത്ത് സാഹോദര്യം വേണം, ഈ രാജ്യത്ത് ഐക്യം വേണം. അവിടെയാണ് SKSFന്റെ ഈ പ്രമേയം പ്രസക്തമാകുന്നത്. അവിടെയുള്ള ഈ രാജ്യത്ത് 2026 ഞങ്ങൾ ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുമ്പിൽ ഈ രാജ്യത്തെ ഹൈന്ദവൻ പറഞ്ഞു, ഈ രാജ്യത്തെ ക്രൈസ്തവൻ പറഞ്ഞു, ഈ രാജ്യത്തെ മുസൽമാൻ പറഞ്ഞു, ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഈ രാജ്യത്തുള്ള ഹൈന്ദവനാണ് അതിന് മുമ്പിൽ നിന്ന് പറഞ്ഞത്, ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഈ രാജ്യത്ത് കഴിഞ്ഞ ഭരണാധികാരികൾ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും പറഞ്ഞു, 2026 ഞങ്ങൾ 3/2 ഭൂരിപക്ഷത്തോടുകൂടി വന്ന് 2026 ഈ രാജ്യത്ത് ഞങ്ങൾ ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുമ്പിൽ ഈ രാജ്യത്തുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഈ രാജ്യം ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ മഞ്ഞപ്പൂവുണ്ട്, ആ പൂന്തോട്ടത്തിൽ നീലപ്പൂവുണ്ട്, ആ പൂന്തോട്ടത്തിൽ ചുവന്ന പൂവുണ്ട്, ആ പൂന്തോട്ടത്തിൽ നല്ല പച്ച നിറത്തിലുള്ള കുറെ ഇലകളുണ്ട്, ആ പൂന്തോട്ടത്തിൽ റോസാപ്പൂവുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പൂന്തോട്ടത്തിലൂടെ പൂമ്പാറ്റകൾ പറന്ന് നടന്ന് സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് എല്ലാ പൂവിൽ നിന്നും റോസാപ്പൂവിന്റെ അടിയിൽ മുള്ളുണ്ടെന്നു കരുതി എവിടെയും ഒരു പൂമ്പാറ്റയും അവിടെ പോയി തേൻ നുകരാതെ നിരുന്നിട്ടില്ല. എല്ലാ പൂക്കളിലും പോയി സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ്, ചുവപ്പിലും മഞ്ഞയിലും റോസിലും വെള്ളയിലും എല്ലാ പൂക്കളിലും പോയി സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മറ്റുള്ള പൂമ്പാറ്റകൾക്ക് സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ചേർന്ന് നിൽക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയപ്പോ ഈ വിദ്വേഷത്തിന്റെ വർത്തമാനങ്ങൾ, വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഭരണകൂടം തലകുനിക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, റിപ്പബ്ലിക് ദിനത്തിൽ SKSF ജാലിക തീർക്കുമ്പോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെ വായിൽ നിന്ന് നിങ്ങൾ 2 പേരാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്ന് ഉറപ്പാണ്. SKSFകാരെ, മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പോലും വർഗീയതയുടെ ഒരംശം പോലും നിങ്ങളെ നാവിൽ നിന്നുണ്ടാവരുതേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്